ഹലോ ICI ലവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് ലസാനിയയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലസാനിയ ഷീറ്റ് ഇല്ലാത്തവർക്ക് എങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം ഒരു പാനിൽ സ്വല്പം ബട്ടർ മെൽറ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഗാർലിക്, അതായത് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് നന്നായി ഒന്ന് സോട്ടേ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് അതോടെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പം ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതിയേ. ഇത് നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കാനാണ്. ഇതിലേക്ക് സ്വല്പം പെപ്പർ ചേർത്ത് കൊടുക്കുക, സ്വല്പം ഓറിഗാനോ ചേർത്ത് കൊടുക്കുക, സ്വല്പം റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതൊന്ന് നമുക്ക് നല്ല തിക്കായിട്ട് എടുക്കണം. ഇത് നന്നായി തിളച്ചോട്ടെ. തിളയ്ക്കും തോറും ഇത് തിക്കാവും. അപ്പം പറഞ്ഞ പോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായി തിക്കാവുമ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയാവും. ഇത് ഇരുന്ന് പിന്നെയും തിക്കാവും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പരുവത്തിന് ഓഫ് ചെയ്ത് മാറ്റി വെക്കണേ. വേറൊരു പാനിൽ സ്വല്പം എണ്ണ ചൂടാക്കി കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 സവാള ചോപ്പ് ചെയ്തത്, 1 തക്കാളി ചോപ്പ് ചെയ്തത്, 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് സോട്ടേ ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മിൻസ്ഡ് ചിക്കൻ, ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഞാൻ തന്നെ മിൻസ് ചെയ്തെടുത്താണ്, ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് സ്വല്പം പെപ്പറും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി കുക്ക് ചെയ്ത് വരുമ്പം ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഓറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്നുകൂടെ ഒരു 7-8 മിനിറ്റ് മതി കുക്കാവും. കുക്കായ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് സോസ് റെഡിയാക്കി, ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ബേക്ക് ചെയ്യണം. അസംബിൾ ചെയ്ത് ഞാനിവിടെ ഒരു വലിയൊരു കേക്ക് പാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നമ്മുടെ വൈറ്റ് സോസ് ആദ്യം സ്പ്രെഡ് ചെയ്തു. ഇതിലേക്ക് 4 സ്ലൈസ് ബ്രെഡ്, ഞാൻ അരികൊന്നും വേസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തില്ല കേട്ടോ, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, യമ്മിയാണ്. എന്നിട്ട് ഇതിൻ്റെ മേളിലും കൂടെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ ആൻഡ് ക്യാരറ്റിൻ്റെ ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഷ്രെഡഡ് മോസറല്ല ചീസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വീട്ടിൽ തന്നെ മോസറല്ല ചീസ് ഉണ്ടാക്കുക. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. പിന്നെ 4 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അടിച്ച മുട്ട, ഉപ്പ് ചേർത്ത് പെപ്പർ ചേർത്തിട്ടുള്ള മുട്ട നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെയും മോസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് ഓറിഗാനും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നമുക്കിത് മിഡിൽ റാക്കി വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180°യിൽ നമുക്ക് 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ബ്രെഡ് ലസാനിയ അവിടെ തയ്യാറായി. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര യമ്മിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് മുറിച്ചെടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ ലസാനിയ ഷീറ്റ് കയ്യിലില്ല, ബ്രെഡ് ബാക്കിയുണ്ട്, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാം കേട്ടോ. കണ്ടോ എന്ത് ചീസി യമ്മി ആയിട്ടുള്ള ബ്രെഡ് ലസാനിയ അവിടെ തയ്യാറായെന്ന് കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.